ജനനായകൻ സിനിമ 7 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 256 കോടി രൂപയാണ് കളക്ഷൻ നേടിയിരിക്കുന്നത്. സിനിമ 300 കോടിയോളം രൂപ കളക്ഷൻ നേടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. രാമായണ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. ഏകദേശം 4 മിനിറ്റ് ദൈർഘ്യമുള്ള ട്രെയിലറാണ്. അതുപോലെ ഇന്ന് സ്പൈഡർമാൻ ബ്രാൻഡിനൂടെ സിനിമയോടൊപ്പം തിയേറ്ററിലും ഈ ഒരു ട്രെയിലർ കാണാവുന്നതാണ്. എന്തായാലും ചിത്രം ഒരു ഗംഭീര സിനിമയായിട്ട് മാറുമെന്ന് തന്നെയാണ് സിനിമയുടെ ട്രെയിലറൊക്കെ കണ്ടിട്ട് തോന്നുന്നത്. 2 ഭാഗങ്ങളിലാണ് ഈ ഒരു സിനിമ ഒരുങ്ങുന്നത്. ഈ വർഷം ദീപാവലി റിലീസാണ് സിനിമ പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു സിനിമ മറ്റൊരു ആദിപുരുഷാവാതിരിക്കട്ടെ. ദുൽഖറിൻ്റെ ആം ഗെയിം സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഇന്ന് വൈകിട്ട് 6 മണിക്ക് വരുമെന്നാണ് പറയുന്നത്. ദുൽഖറിൻ്റെ ബർത്ത്ഡേക്ക് ട്രെയിലർ വരുമെന്നൊക്കെ പറഞ്ഞ് നമ്മളെ പറ്റിച്ചതാണ്. എന്തായാലും ഇപ്രാവശ്യം അതുണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കാം. പൃഥ്വിരാജിൻ്റെ പുതിയ ഹിന്ദി ചിത്രമായ ഡായിറ സിനിമ സെപ്റ്റംബർ 18 ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് പറയുന്നത്. സ്പൈഡർമാൻ ബ്രാൻഡിനൂടെ സിനിമയ്ക്ക് ഇന്ന് ലോകമെമ്പാടുമായി മികച്ച റിവ്യൂസാണ് FTFS കഴിഞ്ഞ ശേഷം വരുന്നത്. എന്തായാലും വമ്പൻ കളക്ഷൻ റെക്കോർഡുകളെല്ലാം സ്പൈഡർമാൻ ബ്രാൻഡിനൂടെ സിനിമ ഇടുമെന്നുള്ള കാര്യത്തിന് സംശയമില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ഓപ്പണിംഗ് നേടുന്ന ഹോളിവുഡ് സിനിമ എന്ന റെക്കോർഡ് ഇപ്പോൾ സ്പൈഡർമാൻ ബ്രാൻഡിനൂടെ സിനിമയ്ക്കാണ്. ഉച്ചവരെയുള്ള സിനിമയുടെ ട്രാക്കിംഗ് ഗ്രോസ് കളക്ഷൻ 4,65,00,000 രൂപയായിട്ടുണ്ട് കേരളത്തിൽ.